അപ്പോൾ ദേശീയ തലത്തിലൊരു സർക്കാർ രൂപീകരിക്കാൻ ആർക്കാണ് സാധ്യത എന്നത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമല്ലോ ജനങ്ങളുടെ പ്രിഫറൻസ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു ദേശീയ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമുള്ള ഒരു മുന്നണിക്കല്ലേ മേൽക്കൈ? ഈ ലീഗിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു കെ എസ് ഹംസ. ആ സമയത്ത് കെ എസ് ഹംസയുടെ പണം ഹലാലായിരുന്നു, ഇപ്പോൾ പണം ഹറാമാണ്. ഒരു പ്രത്യേകതരം ഹലാലും ഹറാമും പദ്ധതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇത് എല്ലാ കാലത്തും അങ്ങനെയാണ്. അതുപോലെ ഇവിടെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞല്ലോ, ഇത് ഒരു സമദാനിയും ഒരു ഇ ടി മാത്രമേ ഉള്ളൂ ലീഗിൻ്റെ നേതാക്കന്മാർ. ഈ അഷ്റഫിൽ ഉൾപ്പെടെയുള്ള സംഘടന യൂത്ത് ലീഗുകാർ ഞങ്ങൾക്കും വേണം സീറ്റ് എറിഞ്ഞെന്നല്ലോ. പഞ്ചായത്ത് മെമ്പറാക്കി തരാമെന്ന് പറഞ്ഞാൽ വിട്ടത് പി കെ ഫിറോസിനെ. പൊന്നാനിയിൽ ഇതുപോലെ ചർച്ചയിൽ ലീഗിൻ്റെ നേതാവ്, മുനിസിപ്പൽ നേതാവ് പറഞ്ഞത് നല്ല ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ സമദാനിയും ഇ ടി ആക്കിയെന്നുള്ളതാണ്. അപ്പോൾ ഈ അഷ്റഫിലെ ആൾക്കാരും ഇരിക്കുന്ന യൂത്ത് ലീഗുകാരൊന്നും ബുദ്ധി വിവരമുള്ള ആൾക്കാരാണോ ഈ യൂത്ത് ലീഗുകാർ പറയുന്നത്? അപ്പോൾ അത് സ്വയം ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ്. സീറ്റ് വേണമെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ല, അതാണ് വ്യത്യാസം. സീറ്റ് വേണമെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ല, അതാണ് വ്യത്യാസം. പാർലമെന്റ് മെമ്പറാൻ വേണ്ടി രാഷ്ട്രീയം പറയട്ടെ. അല്ല ആദ്യം അതാണ് വ്യത്യാസം. നിങ്ങൾ അങ്ങോട്ടല്ലേ അല്ലല്ല പറയുന്നേക്കു അല്ല ഇരിക്കെ അല്ല ആദ്യം അഫ്സൽ പറഞ്ഞ് കഴിയട്ടെ. ഇപ്പൊ നേതാക്കളെ സംസാരിക്കട്ടെ, അവരുടെ ടേൺ കഴിയട്ടെ. നിങ്ങൾക്ക് മൈക്ക് തരും. ഇരിക്കൂ, ദയവായി ഇരിക്കൂ. ഇനി അഫ്സൽ പറയും. സത്യം വിളിച്ചു പറയുമ്പോ അസഹിഷ്ണുത കാണിക്കല്ലേ, ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കലാപം ഉണ്ടാക്കല്ലേ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാകും. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താ? നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന സർക്കാർ ഇനി ഒരു കാരണവശാലും രാജ്യം ഭരിക്കരുത്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി കഴിയണം. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി കഴിയുമ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് നടത്തിയ ചില ഇടപാടുകളുണ്ട്, കുതിരക്കച്ചവടമുണ്ട്. ആ കുതിരക്കച്ചവടത്തിന് വശംവദരാകാത്ത ആട്ടിൻകുട്ടികൾ പ്ലാവിൻ്റെ ഇല കാണുമ്പോൾ ആട്ടിൻകൂട്ടിലേക്ക് പോകുന്നത് പോലെ ബി ജെ പിക്കാർ കാശിൻ്റെ കെട്ടുകൊണ്ടൊന്ന് മണപ്പിക്കുമ്പോൾ പിന്നാലെ പോകുന്ന കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുന്നതിനേക്കാൾ ഭേദം അടിയുറച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തെ ജയിപ്പിക്കുന്നതാണ്. അതാണ് രാഷ്ട്രീയ വ്യത്യാസം. മുസ്ലിം ലീഗിൽ അടിയുറച്ചു നിൽക്കാത്ത കെ എസ് ഹംസ ഇനി അവിടെ അടിയുറച്ചു നിൽക്കുവോ? അല്ല, മുസ്ലിം ലീഗിൽ അടിയുറച്ചു നിൽക്കാത്തത് കെ എസ് ഹംസ മുസ്ലിം ലീഗിൽ നിന്ന് വന്നത് ഇടതുപക്ഷത്തേക്കാണ്, സി പി എമ്മിലേക്കാണ്, അല്ലാതെ പത്മജ വേണുഗോപാൽ പോയ ബി ജെ പിയിലേക്കല്ല. അതാണ് വ്യത്യാസം. നിങ്ങൾ മറുപടി പറ. മഞ്ഞളാംകുടിയാലി എന്താ ഉണ്ടായത്? ശരി,